Hi, hello, welcome to a very new video of BioOcean. And in the again നമ്മളുടെ 60 days ചാലഞ്ചിൻ്റെ കേരള സെറ്റ് എക്സാമിൻ്റെ 60 days ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഐ എം റിയലി ട്രൈങ് ടു സേ സോറി. കാരണം ഫ്യൂ ഡേയ്സ് ആയിട്ട് നമ്മളുടെ ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ബിക്കോസ് എനിക്ക് സൗണ്ട് തീരെ ഇല്ലായിരുന്നു, ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അല്പം മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് സൗണ്ട് പോയി. 2 ദിവസം ഒരു ടോട്ടൽ റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഷോർട്സ് ഞാൻ വോയിസ് ഓവർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ലോങ് വീഡിയോസിൻ്റെ പവർ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യും. 2-3 ദിവസത്തെ വീഡിയോസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫിസിയോളജിയിൽ ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രമേ നമ്മളിന്ന് പഠിക്കുകയുള്ളൂ. കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. മെയിൽ പഠിക്കണം, ഫീമെയിൽ പഠിക്കണം, പിന്നെ അങ്ങനെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാം നമുക്ക് അങ്ങനെയാണെങ്കിൽ. യെസ്, അപ്പം എല്ലാവരും ഈ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൽവിസ് റീജിയൻ, ഇടുപ്പ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പെൽവിക് റീജിയൻ അല്ലെങ്കിൽ പെൽവിസ് റീജിയൻ എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് നമ്മളുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇരിക്കുക. മെയിലിൻ്റെ മാത്രമല്ല ഫീമെയിലിൻ്റെയും അവിടെ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 പാർട്സ് ആണുള്ളതെന്ന് പറയാം. ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 ഉണ്ടായിരിക്കും. ദെൻ ആക്സസറി ഡക്റ്റുകളുണ്ട്, ആക്സസറി ഗ്ലാൻഡുകളുണ്ട്. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതായിരുന്നു. ഞാൻ അതിന് ആക്സസറി ഡക്റ്റിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. അപ്പോൾ ഈ 3 സബ് ഹെഡിങ്സിലായിട്ട് ഞാൻ കൊടുത്തേക്കുന്ന കാര്യങ്ങളായിരിക്കും ഇൻ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വൺ ടെസ്റ്റിസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2 ടെസ്റ്റിസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ടെസ്റ്റിസിനെ നമ്മളുടെ ബോഡിയുടെ വെളിയിൽ സൂക്ഷിച്ചേക്കുന്ന ഒരു അവയവമാണ് ടെസ്റ്റിസ്. ബാക്കിയുള്ള 2 കാറ്റഗറീസിൽ വരുന്നത് ഇപ്പോൾ ഡക്റ്റ് ആയിക്കോട്ടെ ഗ്ലാൻസ് ആയിക്കോട്ടെ, അവർ എല്ലാവരും ബോഡിക്ക് അകത്താണ്. പക്ഷെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ബോഡിയുടെ വെളിയിലാണ് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ടെസ്റ്റിസ് യൂഷ്വലി ഒരു ഓവൽ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവൽ ഷേപ്പിലുള്ള ടെസ്റ്റിസിനെ നമ്മളൊരു പൗച്ചിനകത്തിട്ടിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. ആ പൗച്ചിൻ്റെ പേരാണ് സ്ക്രോട്ടം. മറന്നു പോകാൻ പാടില്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടെയാണ് കേട്ടോ സ്ക്രോട്ടം എന്താണ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിലിൻ്റെ പിക്ചർ കാണാനായിട്ട് പറ്റും. ഈ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഏറ്റവും താഴെ നോക്കുക, അവിടെ ടെസ്റ്റിസ് കാണാം ഓവൽ ഷേപ്പിൽ. ആൻഡ് ടെസ്റ്റിസിൻ്റെ തൊട്ട് താഴെ സ്ക്രോട്ടം എന്നും ലേബൽ ചെയ്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓവൽ ഷേപ്പിലുള്ള 2 ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് വരുന്ന ഒരു പൗച്ചാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ ലേബലിങ്സും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് മനുഷ്യൻ സൈഡ് വൈസ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ളൊരു സൈഡ് വ്യൂ ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബാക്ക് ബോണൊക്കെ വന്നേക്കുന്നത് കാണാൻ പറ്റും. ഏനസ് അങ്ങനത്തെ പോർഷൻസ്, ദെൻ ടെസ്റ്റിസ്, ദെൻ പീനസ്, ആ ഒരു പോർഷനും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൈഡിലുള്ളൊരു വ്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രോട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെസ്റ്റിസിനെ നമ്മൾ ബോഡിയുടെ വെളിയിലാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടെസ്റ്റിസിനെ ബോഡിയുടെ വെളിയിൽ വെച്ചേക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആൻഡ് അതിനെ ഈ സ്ക്രോട്ടത്തിൽ കീപ്പ് ചെയ്തേക്കുന്നതിനും ഒരു പർപ്പസ് ഉണ്ട്. സ്ക്രോട്ടത്തിൽ നമ്മൾ ടെസ്റ്റിസിനെ വെക്കുമ്പോഴത്തേക്കും ടെസ്റ്റിസിന് നമ്മളുടെ ബോഡിയുടേതായിട്ടുള്ള ടെമ്പറേച്ചർ റിസീവ് ആകത്തില്ല. ടെസ്റ്റിസിനകത്താണ് സ്പേം ഒക്കെ ഫോം ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റിൻ്റെ ലാസ്റ്റ് വേർഡ് കണ്ടോ. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ബോഡിയിൽ സ്പേമിൻ്റെ ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞൊരു ടെമ്പറേച്ചറാണ് സ്ക്രോട്ടത്തിന് ലഭ്യമാകേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ബോഡിക്കകത്ത് എന്ത് ഓർഗൻ നമ്മൾ വെച്ച് കഴിഞ്ഞാലും അതിനെല്ലാത്തിലും നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ തന്നെയായിരിക്കും. പക്ഷേ ഈ സ്ക്രോട്ടത്തിനും അതിനകത്തുള്ള ടെസ്റ്റിസിനും അത്രയും ടെമ്പറേച്ചർ വേണ്ട, ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവ് മതി. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലെസ് ആയിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രോട്ടത്തിനെയും അതിനകത്ത് ടെസ്റ്റിസിനെയും ബോഡിയുടെ വെളിയിൽ സൂക്ഷിച്ചേക്കുന്നത്.
പിടികിട്ടിയോ? ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രോട്ടത്തിന് ചുറ്റുമായിട്ട് കുറേ സ്പെഷ്യലായിട്ടുള്ള മസിൽസ് ഉണ്ട്. മസിൽസ് നിങ്ങൾക്ക് അറിയാം, അവർക്കുള്ള പ്രധാനപ്പെട്ട 2 ജോലി എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ചൂട് ആവശ്യമുള്ള സമയത്ത് ടെസ്റ്റിക്കിൾസിൻ്റെ അടുത്തോട്ട് സ്ക്രോട്ടത്തിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഹെൽപ്പ് ചെയ്യും, ഈ മസിൽസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കൂൾ ആവേണ്ട സമയത്ത് ടെസ്റ്റിസിന് ദൂരെ ഒരല്പം ഫാറായിട്ട് മൂവ് ചെയ്യിക്കുന്നതും ഈ മസിൽസാണ്. അപ്പോൾ ഈ സ്ക്രോട്ടത്തിൻ്റെ ആ പൗച്ചിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്ന മസിൽസ് റിലാക്സ് ചെയ്യുന്നതും കോൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ടെസ്റ്റിക്കിൾസിൻ്റെ അടുത്തോട്ടും ഈ ഒരു ഈ പറഞ്ഞ പോലെ ബോഡിയുടെ അടുത്തോട്ട് ടെസ്റ്റിക്കിൾസ് മൂവ് ചെയ്യും. അതുമാത്രമല്ല ബോഡിക്ക് ഇച്ചിരി അല്പം ദൂരെയായിട്ടും ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് തന്നെയാണ് കേട്ടോ, ടെസ്റ്റിസ് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അടുത്തേക്കും ദൂരേക്കും മൂവ് ചെയ്യിക്കുന്നതൊക്കെ ഈ മസിൽസാണ് ആക്ച്വലി. അപ്പോൾ ആ മസിൽസിൻ്റെ കാര്യമൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ടെസ്റ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവൽ ഷേപ്പാണ്, 5 സെൻറ്റിമീറ്റർ നീളവും ഒരു 2.5 സെൻറ്റിമീറ്റർ വീതിയൊക്കെ ഉള്ളൊരു ഓർഗനാണിത്. ആൻഡ് അതിന് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ചെറിയൊരു കോഡ് മാതിരത്തെ ഒരു വള്ളി മാതിരത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്പെർമാറ്റിക് കോഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സെക്യൂർ ആയിട്ട് അതിൻ്റെ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പെർമാറ്റിക് കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ടെസ്റ്റിസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് വിളിക്കുക. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നത് ഈ ടെസ്റ്റിസ് ആണ്. അതാണ് പുരുഷന്മാരിൽ ആ ഒരു മെയിലായിട്ടുള്ളൊരു നേച്ചർ കൊടുക്കുന്ന ആ ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യും. ടെസ്റ്റിസിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു ടെസ്റ്റിസിനകത്ത് 250 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ നമ്മൾ ടെസ്റ്റിക്യുലർ ലോബ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഒരു ലോബ്യൂളിനെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ ട്യൂബ്സ് കാണാം. ആ ട്യൂബിൻ്റെ പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് 1 മുതൽ 3 വരെ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആണുള്ളത്. ഈ ട്യൂബ്യൂൾസിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റിസ് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കമ്പാർട്ട്മെൻറ്റ്സിനെ ടെസ്റ്റിക്യുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നു. ഓരോ ലോബ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 3 വരെ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനകത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ആൻഡ് നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണിക്കുന്ന പിക്ചറാണിത്. താഴെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ടെസ്റ്റിസ് ഉണ്ട്. അതിലിങ്ങനെ ടെസ്റ്റിക്യുലർ ലോബ്യൂൾസ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തേക്കുന്നതാണ്. അതിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, അതിൻ്റെ ഉള്ളിൽ നിറയെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെസ്റ്റിക്യുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കുക. ഈ ടെസ്റ്റിക്യുലർ ലോബ്യൂൾസിനകത്താണ് നമ്മൾക്ക് വളരെ കോയിൽഡ് ആയിട്ടുള്ള രീതിയിൽ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റുക. ഓരോ ലോബ്യൂളിനകത്തും 1 മുതൽ 3 വരെ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂളിൽ നമ്മൾക്ക് സ്പെഷ്യലായിട്ടുള്ള 2 തരം സെൽസ് കാണാം. സെമിനിഫെറസ് ട്യൂബ്യൂൾ ഒരു കുഴൽ പോലത്തെ ഒരു സംഭവമല്ലേ. അപ്പോൾ അതിൽ 2 തരം സെൽസ് ഉണ്ട്. ഒരു സെല്ലിൻ്റെ പേരാണ് മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ സെല്ലിൻ്റെ പേരാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, അപ്പോൾ ഈ 2 സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. മെയിൽ ജേം സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മിയോസിസ് നടന്നിട്ട് അതാണ് പിന്നീട് സ്പേമായിട്ട് മാറുക. നമ്മൾ സ്പെർമാറ്റോജെനസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൽ ജേം സെല്ലിൻ്റെ പേരാണ് സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിയക്ക് മിയോസിസ് ഒക്കെ നടന്നിട്ടല്ലേ അത് സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ മെയിൽ ജേം സെല്ലിൻ്റെ ഫേറ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ അത് സ്പേമായിട്ട് മാറും. ഇനി സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മെയിൽ ജേം സെൽസിന് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയയ്ക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, പോഷകവസ്തുക്കളൊക്കെ കൊടുക്കുക എന്നൊക്കെയുള്ള ജോലിയാണ് സെർട്ടോളി സെൽസിനുള്ളത്. പിടികിട്ടിയോ? ഇനി അത് കൂടാതെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് ഔട്ട്സൈഡിൽ നമുക്ക് കുറച്ച് ചുമ്മാതുള്ള സ്പേസസ് കാണാൻ പറ്റും. ചുമ്മാ ഫ്രീ സ്പേസസ് ആണത്. അപ്പോൾ ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് 3 ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന സ്പേസ് ആണത്. ആ സ്പേസിനെയാണ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുക. അവിടെ കുറച്ച് ബ്ലഡ് വെസൽസും പിന്നെ കുറച്ച് സെൽസൊക്കെ ഉണ്ട്. ആ സെല്ലിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ സെല്ലിൻ്റെ പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ലേഡിക് സെൽ. അപ്പോൾ സെർട്ടോളി സെൽസ് മെയിൽ ജേം സെല്ല് വേറെയാണ്, ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സെല്ലും ലേഡിക് സെല്ലും വേറെയാണ്. സെർട്ടോളി സെൽസിനെയും മെയിൽ ജേം സെല്ലിനെ നമുക്ക് സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് കാണാൻ പറ്റുക. സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെ കാണുന്ന സെൽസാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലേഡിക് സെൽ. ലേഡിക് സെല്ലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ആ വാക്കൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നമ്മളുടെ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ റൗണ്ട് പോലെ കാണുന്നതുണ്ടോ, അത് ഓരോന്നും ഓരോ സെമിനിഫെറസ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ആണ്.
അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ വാല് പോലെയുള്ള വാൽമാക്രീം അതിലത്തെ സാധനങ്ങൾ കാണാം. അതാണ് സ്പേമായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. റൗണ്ട് പോലെയുള്ള കുറച്ച് സാധനങ്ങളെയും അതിൻ്റെ ഉള്ളിൽ കാണാം. അതാണ് സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിയൊക്കെ പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ച് മിയോസിസ് ഒക്കെ സംഭവിച്ചിട്ടാണ് പിന്നീട് അത് സ്പേമായിട്ട് മാറുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ലൈക്ക് റൗണ്ട് ആയിട്ടുള്ള നിങ്ങളുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയ്ക്ക് ഒരു പിങ്ക് കളറിൽ ലൈനിങ് പോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻറ്റർസ്റ്റിഷ്യൽ സ്പേസ് എന്ന് വിളിക്കുക. ആ പിങ്ക് കളറിലുള്ള പോർഷൻ, ഡാർക്ക് പിങ്ക് കളറിലുള്ള പോർഷൻ. ആൻഡ് അവിടെ കുഞ്ഞു സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. അത് ലേബൽ ചെയ്തിട്ടുണ്ട് ഇൻറ്റർസ്റ്റിഷ്യൽ സെൽ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരായിരുന്നു ലെയ്ഡിക് സെൽസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ലെയ്ഡിക് സെൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ലെയ്ഡിക് സെല്ലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് ഉണ്ടാക്കുക, ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന ടെസ്റ്റോസ്റ്റെറോൺ പോലെയുള്ള ഹോർമോൺസ് ഉണ്ടാക്കുക. ഈ ടെസ്റ്റോസ്റ്റെറോണിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ആൻഡ്രോജൻ. കേട്ടോ, മെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ്. അപ്പോൾ ആൻഡ്രോജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ലെയ്ഡിക് സെൽസ് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾക്ക് ടെസ്റ്റിസിനെ പറ്റി പഠിക്കാൻ. ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്നതാണ് ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻഡ്, ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. നമുക്ക് ആക്സസറി ഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 4 ആക്സസറി ഡക്റ്റാണ് പുരുഷന്മാരിലുള്ളത്. റീച്ച് ടെസ്റ്റിസ്, വോസ ഇഫറൻഷ്യ, എപ്പിഡിഡൈമസ്, വോസ് ഡിഫറൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സ്പേം ഉണ്ടാകും. ആ സ്പേം ഇവർ 4 പേരിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് പീനസിലെത്തുന്നത്. അപ്പോൾ ഇവർ 4 പേരെയും നമ്മൾ ഓർഡറിൽ തന്നെ പഠിക്കണം. റീച്ച് ടെസ്റ്റിസ്, വോസ ഇഫറൻഷ്യ, എപ്പിഡിഡൈമസ്, വോസ് ഡിഫറൻസ്. ആ ഓർഡർ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഏറ്റവും ആദ്യം റീറ്റ് ടെസ്റ്റിസിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. റീറ്റ് ടെസ്റ്റിസിനെ പറ്റിയിട്ടല്ല, എപ്പിഡിഡൈമസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. എപ്പിഡിഡൈമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നീളത്തിലുള്ള കോയിൽഡ് ആയിട്ടുള്ളൊരു ട്യൂബാണ്. നമ്മളുടെ ടെസ്റ്റിസിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ബാക്ക് സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ എപ്പിഡിഡൈമസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേംസിനെ സ്റ്റോർ ചെയ്യുക, സ്പേമിനെ ക്യാരി ചെയ്യുക, അങ്ങനെയുള്ള ഫംഗ്ഷൻസാണ്. പിന്നെ അത് മാത്രമല്ല, സ്പേം മെച്യൂർ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും കൂടെ എപ്പിഡിഡൈമസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് കാരണം മെച്യൂർ ആയില്ല, ഇമ്മച്യൂർ ആയിട്ടുള്ള സ്പേംസ് ഒക്കെയാണ് ടെസ്റ്റിസിൽ നിന്ന് പുറത്തോട്ട് വരുന്നതെങ്കിൽ അത് ഫെർട്ടിലൈസേഷനിലോട്ടൊന്നും എത്തില്ല. അത് പൊട്ടയായിട്ടുള്ളൊരു റിസൾട്ടിലായിരിക്കും നമ്മൾ എത്തിക്കുന്നുണ്ടായിരിക്കുക. സോ ബേസിക്കലി ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള സ്പേംസ് വേണം. അപ്പോൾ മെച്യൂർ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എപ്പിഡിഡൈമസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്ഷൽ അറൗസലിൻ്റെ സമയത്ത് സ്പേമിനെ ഈ വോസ് ഡിഫറൻസിലേക്ക് എത്തിക്കുന്നത് എപ്പിഡിഡൈമസിൽ ഉണ്ടാകുന്ന ചെറിയ കോൺട്രാക്ഷൻസ് ആണ്. ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൽ മൂന്നാമത്തെയാണ് എപ്പിഡിഡൈമസ്, അല്ലേ? എപ്പിഡിഡൈമസിൽ നിന്ന് അതെങ്ങോട്ട് പോകണം? വോസ് ഡിഫറൻസിലോട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണ് വോസ് ഡിഫറൻസിൽ എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ കോൺട്രാക്ഷൻസ് ആണ്. എപ്പോൾ കോൺട്രാക്ട് ചെയ്യും? എല്ലായ്പ്പോഴും കോൺട്രാക്ട് ചെയ്യില്ല, പകരം സെക്ഷൽ അറൗസൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കോൺട്രാക്ട് ചെയ്യുള്ളൂ എന്നുള്ളത് ഓർക്കുക. റീഡ് ടെസ്റ്റിസിനെ പറ്റിയിട്ട് നമ്മൾക്ക് പഠിക്കാം കേട്ടോ. ലൈക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അന്നേരം പഠിക്കാം. വോസ് ഡിഫറൻസിനെ പറ്റിയിട്ട് നോക്കാം. വോസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളമുള്ളൊരു ട്യൂബാണ്. ലോങ് ആണ്, 45 സെൻറ്റിമീറ്ററൊക്കെ നീളം വരും. ആൻഡ് നമ്മളുടെ എപ്പിഡിഡൈമസിൽ നിന്ന് നമ്മളുടെ പെൽവിസിൻ്റെ ആ ഒരു ഭാഗത്ത് നിറഞ്ഞിങ്ങനെ ലൈക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ് ഈ ലോങ് ട്യൂബ്. ആൻഡ് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ പുറകിലായിട്ടാണ് വോസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് വോസ് ഡിഫറൻസ് യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എപ്പിഡിഡൈമസ് മെച്യൂർ ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മെച്യൂർ സ്പേമിനെ യുറീത്രയിലോട്ട് എത്തിക്കുന്നത് ഈ വോസ് ഡിഫറൻസ് ആണ്. ആൻഡ് അതുവഴിയായിട്ടാണ് ഈ സ്പേംസൊക്കെ ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. ഇജാക്കുലേറ്ററി ഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇജാക്കുലേറ്ററി ഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോസ് ഡിഫറൻസും സെമിനൽ വെസിക്കിൾ നമ്മൾ പഠിക്കും കേട്ടോ. വോസ് ഡിഫറൻസും സെമിനൽ വെസിക്കിളും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് വിളിക്കുക. ആൻഡ് ഇജാക്കുലേറ്ററി ഡക്ട് തുറക്കുന്നത് യുറീത്രയിലോട്ടാണ്. ആ യുറീത്ര വഴിയാണ് സ്പേംസ് പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഇജാക്കുലേറ്ററി എന്ന് പറഞ്ഞാൽ സ്പേമിനെ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഒരു പാത്ത് വേ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലൈക്ക് സ്പേം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആക്ച്വലി തുറക്കുന്നത് റീഡ് ടെസ്റ്റിസിലോട്ടാണ്. അതായിരുന്നു നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ആക്സസറി ഡക്ട്. റീഡ് ടെസ്റ്റിസിൽ നിന്ന് അത് തുറക്കുന്നുണ്ടായിരിക്കുക വോസ ഇഫറൻഷ്യയിലോട്ടാണ്. വോസ ഇഫറൻഷ്യ ടെസ്റ്റിസ് കഴിഞ്ഞിട്ട് പിന്നീട് തുറക്കുന്നത് എപ്പിഡിഡൈമസിലോട്ടാണ്. എപ്പിഡിഡൈമസ് പിന്നീട് തുറക്കുന്നത് വോസ് ഡിഫറൻസിലോട്ടാണ്. ആൻഡ് ഈ വോസ് ഡിഫറൻസ് ആണ് നമ്മുടെ അബ്ഡോമൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുക, സ്പ്രെഡ് ചെയ്തിട്ട്. ആൻഡ് യൂറിനറി ബ്ലാഡറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് എപ്പിഡിഡൈമസ് കാണാനായിട്ട് പറ്റും.
ആൻഡ് ഈ എപ്പിഡിഡൈമിസിലോട്ട് സെമിനൽ വെസിക്കിളിൻ്റെ ഒരു ചെറിയൊരു ട്യൂബും കൂടെ വരുന്നുണ്ട്. സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള കുറച്ച് സെക്രീഷൻസും കൂടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡക്റ്റ് എപ്പിഡിഡൈമിസിലോട്ട് തുറക്കുന്നത്. ആൻഡ് ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അത് യൂറീത്രയിലോട്ട് തുറക്കുന്നുണ്ടായിരിക്കുക. ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ എപ്പിഡിഡൈമിസും സെമിനൽ വെസിക്കിളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡക്റ്റാണ് സ്പാമിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് യൂറീത്ര വഴിയായിട്ട് വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഈ പാത്വേ ഓർക്കണം. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് നേരെ റീടെസ്റ്റിസ്, അത് കഴിഞ്ഞ് വോസ് എഫറൻഷ്യ, അത് കഴിഞ്ഞ് എപ്പിഡിഡൈമിസ്, ലാസ്റ്റ് വൺ നമ്മളുടെ വോസ് ഡിഫറൻസ്. ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു പാത്വേ എന്ന് പറയുന്നത്. ആൻഡ് വോസ് ഡിഫറൻസ് ആക്ച്വലി സെമിനൽ വെസിക്കിളിൻ്റെ ഒരു ഡക്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സെക്രീഷൻസും വോസ് ഡിഫറൻസിലെത്തിയ സ്പാമിന് കിട്ടും. ആ സ്പാം ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ കൂടെ പാസ് ചെയ്ത് യൂറിത്ര വഴിയായിട്ട് വെളിയിലോട്ട് എത്തുന്നു. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. യെസ്, ഈ യൂറീത്ര എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളുടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു വഴിക്ക്, ഓവം പാസ് ചെയ്യുന്നത് ഒരു വഴിക്ക്, സ്പാം എത്തുന്നത് ഈ ഓവം പാസ് ചെയ്യുന്ന വഴിയിലാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പണിങ്സ് സ്ത്രീകളിലുണ്ട്. പക്ഷേ പുരുഷന്മാരിൽ അങ്ങനെയില്ല. അവർക്ക് ഈ യൂറിൻ പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ സ്പാം പാസ് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ യൂറീത്രയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യൂറീത്രനെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറീത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള യൂറിൻ പോകാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. ആൻഡ് ആ എക്സ്റ്റൻഷൻ ഈ യൂറീത്ര, ശരിക്കും പറഞ്ഞാൽ ഫീമെയിലിൽ നമ്മൾ യൂറീത്ര എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ടാണ് പഠിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ പെനസിൽ കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് പെനസിൻ്റെ അറ്റത്ത് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് കാണാൻ പറ്റും. ആ ഓപ്പണിങ്ങിനെ യൂറീത്രൽ മീറ്റസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. യൂറിനറി ബ്ലാഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യൂറീത്ര ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പീനസിൽ കൂടെ പാസ് ചെയ്ത് പീനസിൻ്റെ അറ്റത്തെത്തുന്നു. അവിടെ നമുക്കൊരു ചെറിയ ഓപ്പണിംഗ് കാണും. അതിനെ നമ്മൾ യൂറീത്രൽ മീറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കാം. ഇനി പീനസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആക്സസറി ഗ്ലാൻഡുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് പഠിക്കും കേട്ടോ. പീനസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് പീനസ് എന്ന് പറയുന്നത്. ആൻഡ് പീനസ് റൗസ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ഇറക്റ്റ് ആകുന്ന സമയത്ത് അവരുടെ പീനസിൻ്റെ എൻഡ് പോർഷൻ ഒരല്പം ഇങ്ങനെ വീർത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, എൻലാർജ്ഡ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ആ എൻലാർജ്ഡ് പോർഷനെയാണ് നമുക്ക് ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടതായിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഗ്ലാൻസ് പെനിസിൻ്റെ അവിടുത്തെ സ്കിൻ ഭയങ്കര ലൂസാണ്. അത് മാത്രമല്ല എൻറ്റയർ പീനസിൻ്റെ അവിടെ സ്കിൻ ലൂസാണ്, പക്ഷേ ഗ്ലാൻസ് പെനിസിൻ്റെ അവിടെ ഭയങ്കര ലൂസ് സ്കിന്നാണ് കാണാൻ പറ്റുക. ആ ലൂസ് സ്കിൻ ഫോൾഡിനെ നമ്മൾ ഫോർ സ്കിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം നമ്മൾ സർക്കംസിഷനൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? സർക്കംസിഷനിൽ ശരിക്കും റിമൂവ് ചെയ്ത് കളയുന്നത് ഈ ഫോർ സ്കിന്നാണ്. പിടികിട്ടിയോ? യെസ്. ആൻഡ് പിനസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ആൻഡ് അതിനകത്ത് ഇൻറ്റേർണലി ഒരു 3 ചേമ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 3 ചേമ്പേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെഷ്യലായിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇറക്റ്റൈൽ ആയിട്ട് ഉള്ളൊരു നേച്ചർ ആ ടിഷ്യൂവിനുണ്ട്, ഇറക്റ്റ് ആവും. അപ്പോൾ ഈ ടിഷ്യൂക്കകത്താണെങ്കിൽ നിറച്ച് ബ്ലഡ് വെസൽസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുരുഷന്മാർ അറൗസ് ആവുന്ന സമയത്ത് ഈ ടിഷ്യൂക്കകത്ത് ബ്ലഡ് ഫില്ല് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പിനസ് ഇങ്ങനെ ഭയങ്കര ഒരല്പം സൈസ് കൂടുന്നതും ഭയങ്കര ഹാർഡ് ആവുന്നതും ഇറക്റ്റ് ആകുന്നതും ഒക്കെ. അങ്ങനെ ഇറക്റ്റ് ആയാലാണ്, ബ്ലഡ് ഫില്ല് ചെയ്ത് ഹാർഡിന് ഇറക്റ്റ് ആയാലാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിനകത്ത് അതിന് പെനട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിടികിട്ടിയോ? ആൻഡ് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ പിനസിൻ്റെ ആ ഗ്ലാൻസ് പിനസിൻ്റെ ഭാഗത്തുള്ള സ്കിന്നും ഭയങ്കര ലൂസാണ്. അത് മാത്രമല്ല എൻറ്റയർ പിനസിൻ്റെ ബോഡിയിലുള്ള സ്കിന്നും ഭയങ്കര ലൂസാണ്. അതെന്തിനാണ് അങ്ങനെ ലൂസായിട്ട് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരു ഇലാസ്റ്റിക് സ്വഭാവമുണ്ട്. അപ്പോൾ ഈ റൗസൽ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറക്ഷൻ നടക്കുന്ന സമയത്ത് പിനസ് ഹാർഡ് ആവുന്നു, കുറച്ചൊന്ന് എൻലാർജ്ഡ് ആവുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ എൻലാർജിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂസായിട്ടുള്ള സ്കിൻ ഉള്ളത്. ഹാർഡ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആ എൻലാർജ്മെൻറ്റ് പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ സ്കിന്നിൽ ക്രാക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ലൂസ് സ്കിൻ ഫോൾഡാണ്. അപ്പോൾ ഈ ഇറക്ഷൻ്റെ സമയത്ത് എന്ത് പറ്റും? ആ പിനസ് ഒന്ന് എൻലാർജ്ഡ് ആകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് സ്കിന്നിൽ വരികയും ചെയ്യും. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അത്രയേ ഉള്ളൂ പിനസിനെ പറ്റിയിട്ട് പഠിക്കാൻ. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ആക്സസറി ഗ്ലാൻസ്. 3 ആക്സസറി ഗ്ലാൻസ് ആണ്: സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ്, ബൾബോ യൂറിത്രൽ. ഈ സെമിനൽ വെസിക്കിൾ 2 ഉണ്ട്, ബൾബോ യൂറിത്രലും 2 ഉണ്ട്. ഈ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ളൊരു ഡക്റ്റാണ് നമ്മളുടെ വോസ് ഡിഫറൻസിൽ വന്ന് കമ്പൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അത്. ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിനെ നമ്മൾ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ, ഓർക്കണേ.
യെസ്. അപ്പോൾ സെമിനൽ വെസിക്കിളിലോട്ട് പോവാം. സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞാൽ പൊതുവേ സഞ്ചി പോലെയുള്ള പൗച്ചസ് ആണ്. വാസ് ഡിഫറൻസിൻ്റെ അടുത്തായിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെയൊക്കെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഈ സെമിനൽ വെസിക്കിൾസിനെ കാണാൻ പറ്റും. ആൻഡ് സെമിനൽ വെസിക്കിൾ ഭയങ്കര ഒരു ഷുഗർ കണ്ടെയ്നിങ് ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കും. ഷുഗർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്രക്ടോസ് ആണ് അതിനകത്തുള്ളത്. സ്പേമിന് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടും സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെൽപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് സെമിനൽ വെസിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പം ലൈക്ക് ഈ പറഞ്ഞ പോലെ എനർജി സോഴ്സ് ആയിട്ട് സ്പേമിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രക്ടോസ് ആണ്. ആൻഡ് ഫ്രക്ടോസ് ഉള്ള ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. പിടികിട്ടിയോ? ആൻഡ് നമ്മളുടെ സ്പേം പുറത്തോട്ട് വരുന്നത്, അത് സ്പേം ഒരു സെല്ലാണ്. അപ്പോൾ സെല്ലായിട്ടല്ല അത് പുറത്തോട്ട് വരുന്നത്, ഒരു ഫ്ലൂയിഡിൻ്റെ രൂപത്തിലാണ് അത് പുറത്തോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് ഇസ് ലൈക്ക് ഇജാക്കുലേഷൻ നടക്കുമ്പോൾ പുറത്തോട്ട് വരുന്ന ആ ഫ്ലൂയിഡ് ആക്ച്വലി ഉണ്ടാക്കുന്നത് ഈ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഈ ഫ്ലൂയിഡ് കാരണമാണ്. എന്ന് വെച്ചാലുണ്ടല്ലോ, സെമൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പേമിൻ്റെ ഒപ്പം കുറച്ച് ഫ്ലൂയിഡും കൂടി ഉണ്ടായിരിക്കും. ആ ഫ്ലൂയിഡിനെ നമ്മൾ സെമിനൽ പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ സെമിനൽ വെസിക്കിളിൽ നിന്നുണ്ടാകുന്ന ഈ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് കേട്ടോ. അപ്പോൾ ഈ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡും സെമനും സ്പേമും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെമൻ എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ്റെ ഭൂരിഭാഗം വരുന്ന ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സെമിനൽ വെസിക്കിൾസ് ആണ്. പിടികിട്ടിയോ? സെമിനൽ വെസിക്കിൾസിനെ പറ്റിയിട്ട് അത്രയേ ഉള്ളൂ. ഇനി പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, വാൾനട്ടിൻ്റെ ഒരു ഷേപ്പിലുള്ള ആ ഒരു സൈസിലുള്ള ഒരു ഗ്ലാൻഡാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. നമ്മളുടെ രക്തത്തിൻ്റെ മുൻപിലും യൂറിനറി ബ്ലാഡറിൻ്റെ താഴെയായിട്ട് നമുക്ക് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനെ കാണാൻ പറ്റും. പൊസിഷനൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. രക്തത്തിൻ്റെ ഫ്രണ്ടിലും യൂറിനറി ബ്ലാഡറിൻ്റെ താഴെയുമായിട്ട് നമുക്ക് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനെ കാണാൻ പറ്റും. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാക്കുലേഷൻ നടക്കുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സെമിനൽ വെസിക്കിളിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലൂയിഡും കൂടെ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അത് സ്പേമിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സ്പേമിന് കുറച്ചുകൂടെ നറിഷ്മെൻ്റ് ഒക്കെ കിട്ടും. പിടികിട്ടിയോ? ആൻഡ് നമ്മളുടെ യുറീത്ര ഉണ്ടല്ലോ, നമ്മൾ സ്പേമൊക്കെ ലൈക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ആ യുറീത്രയിൽ കൂടെയാണെന്ന് പറഞ്ഞു. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. യുറീത്ര ശരിക്കും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, യുറീത്രയുടെ രണ്ട് സൈഡ്സിൽ നമുക്ക് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണാം എന്നുള്ള രീതിയിലും പറയാൻ പറ്റും. പിടികിട്ടിയോ? യെസ്. ഇനി അത് മാത്രമല്ല, ലാസ്റ്റ് ഗ്ലാൻഡ് കോപ്പസ് ഗ്ലാൻഡ്, ബൾബ് യുറീത്ര ഗ്ലാൻഡ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. പയറുമണിയുടെ സൈസും സ്ട്രക്ചറൊക്കെയാണ് അതിനുള്ളത്. നമ്മുടെ യുറീത്രയുടെ രണ്ട് സൈഡ്സിൽ ഇത് കാണാം. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞില്ലേ, രണ്ട് സൈഡ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് താഴെ രണ്ട് സൈഡ്സിലായിട്ട് നമുക്ക് ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിനെ കാണാൻ പറ്റും. ഇവരും ഇതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. അത് യുറീത്രയിലോട്ട് വരും. ആൻഡ് യൂഷ്വലി യുറീത്രേനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ആസിഡിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡാണ്. അത് മാത്രമല്ല, യൂറിൻ്റെ എന്തെങ്കിലും ബാക്കി ഡ്രോപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും ഈ പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആക്ച്വലി വെരി ഹെൽപ്ഫുൾ ആണ് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? അപ്പോൾ ഇതൊക്കെയാണ് 3 ഗ്ലാൻഡ്സ്. ഞാൻ നിങ്ങൾക്ക് ആ പിക്ചർ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്നും കൂടെ കാര്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താ ഇത്ര നേരം പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ പിക്ചർ ഇതാ ഇവിടെ നോക്കുക. ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസിൽ നിന്ന് റീഡ് ടെസ്റ്റിസ്, വോസൈ ഫ്രൻഷ്യ, എപ്പിഡിഡൈമിസ്, പോസ്റ്റ് ഡിഫറൻസ്. അത് ആ 4 ലേബിൾ ചെയ്തേക്കുന്നത് ആ കറക്റ്റ് ഓർഡറിലാണ്. അപ്പോൾ ഈ ടെസ്റ്റിക്കുലർ ലോബിയൽസ് എന്നുള്ള ടെസ്റ്റിസ് ആദ്യം റീഡ് ടെസ്റ്റിസിലെത്തുന്നു, എന്നിട്ട് വോസൈ ഫ്രൻഷ്യ, എന്നിട്ട് എപ്പിഡിഡൈമിസ്, എന്നിട്ട് പോസ്റ്റ് ഡിഫറൻസ്. എന്നിട്ട് അത് കണ്ടോ, യൂറീച്ചറിൻ്റെ ഭാഗത്ത് ആ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ ഭാഗത്ത് കൂടെ ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കണ്ടോ 2 സെമിനൽ വെസിക്കിൾസ് കാണാൻ പറ്റും. ആ ഇലയുടെ ഷേപ്പിൽ മഞ്ഞ കളറിൽ സെമിനൽ വെസിക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവരാണ് ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. അതിന് തൊട്ട് താഴെ ഈ പാസ് ചെയ്ത് പോകുന്നതും ഈ നമ്മളുടെ പെനിസിൻ്റെ സെൻറ്ററിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് ആ യെല്ലോ കളറിൽ പാസ് ചെയ്ത് പോകുന്ന ലോങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് യൂറീത്ര അല്ലേ. അപ്പോൾ ഈ യൂറീത്രയുടെ 2 സൈഡ്സിലായിട്ട് സെമിനൽ വെസിക്കിളിൻ്റെ താഴെയായിട്ട് നമുക്ക് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണാൻ 2 എണ്ണം ഒരു ചിറക് പോലെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആൻഡ് ഈ പ്രോസ്ട്രേറ്റിൻ്റെ താഴെയായിട്ട് കുഞ്ഞ് അല്ലേ, നമ്മൾ പറഞ്ഞു ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് പീ സൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറുതാ അല്ലേ, ഏറ്റവും ചെറുത്. ആൻഡ് പീ സൈസിൽ നമ്മൾക്ക് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്സും കാണാം. അപ്പോൾ ഇവർ 3 പേരും ലൈക്ക് ഈ യുറീത്രയുടെ സൈഡിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യുറീത്രയെ കൂടെ സ്പേം പാസ് ചെയ്ത് പോകുമ്പോൾ ഇവർ 3 ആൾ അവരുടേതായിട്ടുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആക്കുകയും ചെയ്യും. ആൻഡ് അത് മാത്രമല്ല, അവർ ആ പോർഷൻസിലുണ്ടാകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് ഈ ഏരിയനെയൊക്കെ ഒന്ന് ക്ലീനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സ്പേം നമ്മുടെ യുറീത്രയിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ യുറീത്രൽ മീറ്റസിൽ കൂടെ വെളിയിലോട്ട് പോകും. ആൻഡ് ആ ഗ്ലാൻഡ് പെനിസിൻ്റെ അല്ലെങ്കിൽ ആ ഫോർസ്കിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പെനിസിൻ്റെ അറ്റത്ത് യുറീത്രയുടെ ഒരു ചെറിയൊരു എൻഡ് കാണാൻ പറ്റും. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ യുറീത്രൽ മീറ്റസ് എന്ന് വിളിക്കുക. യുറീത്രൽ മീറ്റസിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പേം ആക്ച്വലി വെളിയിലോട്ട്
എത്തുന്നുണ്ടായിരിക്കാം. പിടികിട്ടിയോ? ഇതാണ് നമ്മളുടെ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ടേംസും ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേംസ് മാത്രമല്ല, ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം ഞാൻ കണ്ടു. ഇതുപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ലൈക്ക് ഈ ടേംസ് യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇവിടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേംസ് മറന്നു പോകാൻ പാടില്ല. ആൻഡ് മോർ ഓവർ ബൾബോയൂറിത്രൽ ഗ്ലാൻഡിനെ മറ്റൊരു പേരിൽ വിളിക്കും കോപ്പേഴ്സ് ഗ്ലാൻഡ്. അതിൻ്റെ സൈസും ഷേപ്പും എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം വാൾനട്ടിൻ്റെ സൈസാണ്, ഒരെണ്ണം പീ സൈസാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫീമെയിലിൻ്റെ സിസ്റ്റവും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്സൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഐഡീസും മെയിൽ ഐ ഡിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ല. അതിൻ്റെ കോമ്പൻസേറ്ററി വീഡിയോസ് എപ്പോഴായിരിക്കും വരിക, എന്നായിരിക്കും വരിക എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടല്ലോ അതിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നമ്മൾ ഇപ്പോൾ സെറ്റിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് ഷോർട്ട് സീരീസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അതിൻ്റെ ടൈം ഞാനൊന്ന് മാറ്റുന്നുണ്ട്, 8 മണി എന്നുള്ളത് 9 മണി. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് അനലറ്റിക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ആളുകൾ കാണുന്നത് 9 മണി സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് 9 മണിക്കായിരിക്കും എയർ ചെയ്യുന്നുണ്ടായിരിക്കുക, 8 മണിക്കായിരിക്കില്ല. അപ്പോൾ 9 മണിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് നോക്കുക. ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PYQs ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതത് നോട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെ ഓർത്ത് വെച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര മതി. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.